പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റഫീഖ് കുറേ കാലമായി ഇങ്ങനെ പല പരിപാടികൾക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ സഞ്ചരിക്കാൻ കുറേ പ്രയാസങ്ങളുണ്ട്. എനിക്ക് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ 6 വർഷമായി ഞാൻ നിരന്തരമായിട്ട് ഇതിനടുത്തൊരു സ്ഥലത്ത് വരാറുണ്ട്. അത് ഇവിടെയുള്ള MVR ക്യാൻസർ സെൻ്ററിൽ നിരന്തരമായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിരവധിയായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയാസമാണ് എന്ന തരത്തിലാണ് ഞാൻ തുടങ്ങി വെച്ചത്. പിന്നെ റഫീഖ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വരാമെന്ന് ഓർത്തിട്ട് വന്നതാണ്. അതിനാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്ന് മലപ്പുറത്ത് വരിക എന്നുള്ളത് ഞാൻ കുറച്ച് കാലമായിട്ട്, പ്രത്യേകിച്ച് ഈ മലപ്പുറത്തിനെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഈ പ്രയോഗങ്ങൾ കേട്ടിട്ടുള്ള വലിയ അസ്വസ്ഥത. ദിവസങ്ങളിലൊക്കെ ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ വെച്ച് ഹിന്ദു പത്രത്തിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ മലപ്പുറത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾക്കെതിരെ അന്ന് രാത്രി തന്നെ ഏഷ്യാനെറ്റ് ചാനലിൽ ഞാൻ വളരെ രൂക്ഷമായി സംസാരിച്ചതാണ്. കാരണം എനിക്ക് മലപ്പുറത്തെ ഒരു 50 കൊല്ലം മുമ്പ് അറിയാം. മലപ്പുറത്ത് ഞാൻ ആദ്യം താമസിക്കുന്നത് 50 വർഷം മുമ്പാണ്. അതാണ് എനിക്ക് അന്ന് ഞാൻ ചെറുതാണ്, വളരെ ചെറിയ കുട്ടിയാണ്. ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് മലപ്പുറത്ത് ഞാൻ ആദ്യം വരികയും താമസിക്കുകയും ചെയ്യുന്നത്. ഇവിടെയല്ല, അത് വളാഞ്ചേരിക്ക് അടുത്തൊരു സ്ഥലത്താണ്. വളാഞ്ചേരിയിൽ ഒരു റംസാൻ്റെ തലേന്നാളാണ് ഞാൻ വളാഞ്ചേരി വരുന്നത്, ഒരു ചെറിയ കുട്ടിയായിട്ട്. എനിക്ക് അവിടെ ഒരു കുടുംബ സുഹൃത്തുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയ കച്ചവടക്കാരനായിരുന്ന ഒരു വളാഞ്ചേരിക്കാരൻ. വളാഞ്ചേരിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്, ഞാൻ സ്ഥലപ്പേര് പറയുന്നില്ല. കുടുംബത്തെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക്, അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു, എൻ്റെ വീട്ടിലെ ഒരാളായിരുന്നു. അദ്ദേഹം മിക്കവാറും അദ്ദേഹം ഉച്ചയിലാണ്, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് ഞങ്ങളുടെ നാട്ടിൽ. ഉച്ചയാണ് ഞങ്ങളെ വീട്ടിൽ വരിക. ഞാൻ പറയുന്നത് 1970കളുടെ കാലമാണ്. അക്കാലത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാൽ ഞങ്ങളെ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുക. കാരണം ഞങ്ങളെ വീട്ടിലൊന്നും അങ്ങനെ യാതൊരു തരത്തിലുള്ള, അതാണ് ഞാൻ 50 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 50 കൊല്ലമുള്ള എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. വരുന്നവർ ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ. വരുന്നവരോട് ഞങ്ങൾ അവരോട് പേര് ചോദിക്കില്ല, അവരെവിടുന്ന് വരുന്നതെന്ന് ചോദിക്കില്ല. സാധാരണ അതിൽ പരിചയത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നിർബന്ധം ഈ റംസാൻ്റെ കാലത്തൊന്ന് വീട്ടിൽ വരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് ചെറുതാണ്. അപ്പോൾ റംസാൻ്റെ തലേന്ന് വന്നു. റംസാൻ കഴിഞ്ഞൊരു ദിവസം, അങ്ങനെ 2 ദിവസം വളാഞ്ചേരിയിലൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രയാസമില്ല. രാവിലെ പള്ളിയിൽ വന്നു, ഒരു പ്രശ്നവുമില്ല. കാരണം അന്നോ ഇന്നോ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം മനുഷ്യർ പല വിശ്വാസങ്ങളിൽ പല മതങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പം അല്ല, 50 കൊല്ലം മുമ്പ് അറിയാം. അപ്പോൾ അവരുടെയൊന്നും കൂടെ ജീവിക്കാൻ ഞങ്ങൾക്കൊന്നും യാതൊരു തടസ്സമില്ല. കാരണം അവിടുന്ന് ഞാൻ വളാഞ്ചേരിയിൽ ആ വീട്ടിൽ 2 ദിവസം താമസിച്ചപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ പേര് മൊയ്തീൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഭയങ്കരമായ സ്നേഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം കൂടി കഴിഞ്ഞ് പോകാമെന്നാണ് അദ്ദേഹം അവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ദിവസം കൊണ്ട്. കാരണം മനുഷ്യ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാനൊരു ചെറിയ കുട്ടിയായിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. മൊയ്തീനിക ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വീട്ടുകാരെ കുറിച്ച്. പക്ഷേ അതുകൊണ്ട് അവരാദ്യം കണ്ടപ്പോൾ തന്നെ പോകരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ മനുഷ്യരെ ഭാഗിക്കരുത് എന്ന് അതാണ് എല്ലാ പിണറായി വിജയന്മാരോടും പറയരുത്. നിങ്ങൾ മനുഷ്യരെ ഭാഗിക്കരുത്. നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ നിങ്ങൾ മനുഷ്യരെ ഭാഗിക്കരുത്. കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, വളാഞ്ചേരിയിലെ വീട്ടിൽ ഞാൻ ആദ്യം വന്നപ്പോൾ ആ ഉമ്മയായിട്ട് വലിയ അടുപ്പായി. അവരെന്നെ ഇങ്ങനെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ തന്നു. എനിക്കാണെങ്കിൽ അന്നോ ഇന്നും അധികം ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരാളാണ് ഞാൻ. ഈ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ എത്ര ഭക്ഷണം കഴിക്കുക, അവർക്ക് ഭയങ്കര നിർബന്ധമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ വളാഞ്ചേരിയിലെ ഈ രാവിലെ പള്ളിയിൽ പോയി, പള്ളിയിൽ വന്നിട്ടുള്ള നമുക്കറിയാലോ, റംസാൻ്റെ ഒരു ദിവസം രാവിലെ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ ആളുകളെല്ലാം ഓരോരാളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നോട്. ഞാൻ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ പോകാൻ പറ്റുമോ? പോയിട്ടൊക്കെ അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മലപ്പുറത്തെ വളരെ നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് മലപ്പുറത്തൊന്ന് വന്ന് പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഒരു കർത്തവ്യമാണെന്ന് ഞാൻ അക്കാലത്തെ വിചാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്തിൻ്റെ ഈ തുടങ്ങുന്ന ഭാഗത്ത്, അതാണ് വാഴക്കാട്, എനിക്കിത് ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാനുള്ള ഒരു തീരുമാനം ഞാൻ അതുകൊണ്ട് എടുത്താണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് പൊറുപ്പിക്കാനാവാത്ത കാര്യമാണ്. കാരണം
രാഷ്ട്രീയ പാർട്ടികളുണ്ടാകും, തെരഞ്ഞെടുപ്പുകളുണ്ടാകും, MLA-മാരും MP-മാരും പലതും ഉണ്ടാകും. പക്ഷേ മനുഷ്യൻ ജീവിക്കണം എന്നുള്ളതാണ് ആദ്യത്തെയും അവസാനത്തെയും ആവശ്യമായിട്ട് ഞാൻ കാണുന്നത്. മനുഷ്യരുണ്ടായിരിക്കണം. പിന്നെ മനുഷ്യർ ഏത് മതത്തിലാണ് എന്നുള്ളത് അത് അയാളുടെ മാത്രം പ്രശ്നമാണ്. മനസ്സിലായല്ലോ? മനുഷ്യൻ ഒരാൾ ഹിന്ദു ആയിരിക്കുന്നതോ, ഒരാൾ ഇസ്ലാം ആയിരിക്കുന്നതോ, ഒരാൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നതോ, അങ്ങനെ അല്ലാത്ത മതത്തിലായിരിക്കുന്നതോ അയാളുടെ മാത്രം പ്രശ്നമാണ്. അത് വേറൊരുത്തൻ്റെയും പ്രശ്നമായിക്കൂടാത്ത, അതാണ് വേറൊരാളുടെ പ്രശ്നമല്ല. അത് ഒരാൾ ഹിന്ദു ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിരിക്കുന്നത് അത് അയാളുടെ പ്രശ്നമാണ്. അത് അയാളുടെ ഒരു താല്പര്യത്തിൻ്റെ പ്രശ്നമാണ്, അയാളുടെ ഒരു തീരുമാനത്തിൻ്റെ പ്രശ്നമാണ്, പലപ്പോഴും അയാളുടെ ഒരു പാരമ്പര്യത്തിൻ്റെ പ്രശ്നമാണ്. അതിനപ്പുറം അതിൻ്റെ പുറത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ വിചാരണകളും നടന്നുകൂടാത്തതാണ്. എനിക്കൊരു തർക്കമില്ല. അങ്ങനെ അതിൻ്റെ പുറത്ത് ഒരു രാഷ്ട്രീയ വിചാരണയും നടക്കാൻ പാടില്ല. പക്ഷെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ മലപ്പുറത്ത് ആദ്യം വന്ന് താമസിച്ചതിൻ്റെ അനുഭവം പറഞ്ഞത്. 50 വർഷം മുമ്പുള്ള കേരളത്തിൽ ഇതുണ്ടായിരുന്നില്ല. 50 വർഷം മുമ്പുള്ള കേരളത്തിൽ ഇതുണ്ടായിരുന്നില്ല. കാരണം അക്കാലത്താണല്ലോ കേരളത്തിൽ ഈ പറയുന്ന മലപ്പുറം എന്ന് പറയുന്നൊരു ജില്ല ഉണ്ടായത്. അക്കാലത്തും ചെറിയ തോതിൽ എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ മലപ്പുറം എന്ന പേരിലൊരു ജില്ല ഉണ്ടാകണം എന്നുള്ളൊരു നിർബന്ധം അക്കാലത്തെ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിന് ഉണ്ടാക്കാൻ പറ്റി. അതാണ് കേരളത്തിൻ്റെ സെക്യുലർ അസ്ഥിവാരം എന്ന് പറയുന്നത്. താർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇത് വളരെ മാരകമായ ഫലങ്ങളുണ്ടാക്കും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പിണറായി വിജയനെ ഇപ്പോൾ 80-81 വയസ്സോ മറ്റോ ആയിട്ടുണ്ട്. അതാണ് ഞാൻ ആ ഹിന്ദുവിലെ അഭിമുഖത്തിന് ആരംഭിക്കുകയാണ്. ഹിന്ദുവിലെ ആളുകളോട് അയാൾ എന്താ പറയുന്നത്? മലപ്പുറം ഈ പറയുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും തലസ്ഥാനമാണ് മലപ്പുറം എന്നാണ്. ഞാൻ മനുഷ്യരെ 2 തരത്തിലേ ഭാഗിക്കുകയുള്ളൂ. അത് കൊള്ളുന്ന മനുഷ്യരും കൊള്ളരുതാത്ത മനുഷ്യരും. പക്ഷേ ഞാൻ ഈ നീണ്ട ജീവിതത്തിനിടയിൽ ഞാൻ ധാരാളമായി സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് കാലം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. ഒരുപാട് ആളുകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ മനുഷ്യരെ 2 തരത്തിലേ ഭാവിക്കാറുള്ളൂ. അത് കൊള്ളുന്ന ആളുകളും കൊള്ളരുതാത്ത ആളുകളെന്നാണ്. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം കൊള്ളരുതാത്ത ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അതാണ് അത് നിങ്ങൾ കൊള്ളുന്ന ആളുകളും കൊള്ളരുതാത്ത ആളുകളുമായിട്ട് മനുഷ്യനെ വേർതിരിക്കുമ്പോൾ കൊള്ളരുതാത്ത ആളുകൾ വളരെ പരിമിതമാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തുണ്ടാകും കൊള്ളരുതാത്ത ആളുകൾ, ഉണ്ടാവില്ലേ? നമ്മുടെ കുടുംബത്തുണ്ടാകും കൊള്ളരുതാത്ത ആളുകൾ. പക്ഷേ അവരുടെ എണ്ണം വളരെ പരിമിതമാണ്. ബാക്കി മുഴുവൻ മനുഷ്യരെയും നമുക്ക് പരസ്പരം ചേർത്ത് പിടിക്കാൻ പറ്റും. അതാണ് മനുഷ്യൻ്റെ സത്യം എന്ന് പറയുന്നത്. ഇത് വെല്ലുവിളിക്കപ്പെടുകയാണ് കേരളത്തിൽ. അതാണ്. മലപ്പുറം ഒരു മോശം സ്ഥലമാണ്. മലപ്പുറം ധാരാളമായിട്ട് ക്രൈം നടക്കുന്ന സ്ഥലമാണ്. മലപ്പുറം അങ്ങനെയാണ്, മലപ്പുറം ഇങ്ങനെയാണ്. എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? എന്ത് വർത്തമാനമാണ് ഇത് പറയുന്നത്? ഉത്തരവാദിത്തമുള്ള മനുഷ്യർ ഇങ്ങനെ സംസാരിക്കാമോ? ഈ പറയുന്ന മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന ഏത് ആരോപണവും കേരളത്തിലെ ഏത് ജില്ലയെക്കുറിച്ചും പറയാമല്ലോ. അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ പുറപ്പെട്ട കേരളത്തിലെ ഏത് ജില്ലക്കാണ് അത്തരം ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുക? എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന ആരോപണങ്ങൾ മാത്രമേ. ഇപ്പം നിങ്ങൾ എന്തിൻ്റെ അളവ് പോലെ എടുത്തു കഴിഞ്ഞാലും കേരളത്തിലെ മറ്റേത് ജില്ലയെക്കുറിച്ചും ആരോപിക്കാവുന്ന കാര്യങ്ങളെ മലപ്പുറത്തെക്കുറിച്ചും ആരോപിക്കാവുള്ളൂ. പിന്നെ എന്തിന് ഈ മലപ്പുറത്തെ ഇങ്ങനെ അപരവൽക്കരിക്കണം എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതാണ് മലപ്പുറത്തിലെ ഭൂരിപക്ഷം മനുഷ്യരുടെ മതവിശ്വാസമാണ് പ്രതി എന്നാണ് അപ്പോൾ വരിക. അതെങ്ങനെയാണ് ഈ 2025 പോലൊരു കാലത്ത് നമുക്ക് പൊറുപ്പിക്കാനാവുക? അതാണ്. നിങ്ങൾക്ക് പാർട്ടി ഉണ്ടാവാം, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് എത്രയോ പാർട്ടികളുണ്ട് ഇന്ത്യയിലും കേരളത്തിലും. അത് മാത്രമല്ല, പാർട്ടികൾക്കൊക്കെ ചരിത്രമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്തുള്ള പല പാർട്ടികളും ഇപ്പോഴില്ല. ഉദാഹരണത്തിന് PSP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. കേരളത്തിലെ വലിയ പാർട്ടികളിലൊന്നായിരുന്നു. ആ പാർട്ടി ഇപ്പോഴില്ലല്ലോ. പക്ഷേ മനുഷ്യരുണ്ട്. അതാണ് പ്രശ്നം. പാർട്ടികളെക്കാളൊക്കെ എത്രയോ വലുതാണ് മനുഷ്യരല്ലേ? മനസ്സിലായില്ലേ? പാർട്ടികളെക്കാൾ എത്രയോ വലുതാണ് മനുഷ്യർ. അതുകൊണ്ട് മനുഷ്യർ തുടരണം. മനുഷ്യരെങ്ങനെ തുടരണം? മനുഷ്യർക്ക് സാഹോദര്യപൂർവം, സംസ്കാരത്തോടെ, സ്നേഹത്തോടെ. ഞങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകർ എന്ന് പറയുന്നത് കേരളത്തിലെ എക്കാലത്തെയും വലിയ ചിന്തയുള്ള ഒരാളായിരുന്ന പ്രൊഫസർ MN വിജയൻ മാഷാണ്.
വിജയൻ മാഷ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അത് രോഗത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. രോഗത്തെക്കുറിച്ച് നേരത്തെ വന്നപ്പോൾ ആണ് ഇവിടെ, അതെനിക്കറിയില്ല, ഞങ്ങൾ അധികമായി കുറച്ചു കാലമായിട്ട് അധികം ഈ പറയുന്ന യാത്ര ചെയ്യുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞാണ്. കൊണ്ടോട്ടിയിൽ 250 പേരെ ഡയാലിസിന് ഒരേ സമയം വിധേയമാക്കാവുന്നൊരു സ്ഥാപനം ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ നടത്തുന്നോട്ട് കേട്ട് എനിക്കൊരു അമ്പരപ്പ് തോന്നി. അതാണ് കാരണം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വിജയൻ മാഷ് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കെല്ലാം അറിയുന്നൊരു കാര്യം, എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രാഥമികമായ ചികിത്സ സ്നേഹമാണ്. മനസ്സിലായോ? ഏത് രോഗവും വരാം മനുഷ്യന്, പക്ഷേ രോഗങ്ങൾക്കുള്ള പ്രാഥമികമായ ചികിത്സ സ്നേഹമാണ്. ഔഷധത്തിനൊക്കെ അടുത്ത സ്ഥാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർക്കിടയിൽ സ്നേഹമുണ്ടാവുക. പഴയ കവി അതുകൊണ്ടാണ് പറഞ്ഞത്, സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹമില്ലാതാകുമ്പോഴാണ് മരിക്കുന്നത്. മനസ്സിലായോ? സ്നേഹമില്ലാതാകുക എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അതിനർത്ഥം. ഈ സ്നേഹമില്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്, സ്നേഹമില്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരാവശ്യത്തിനാണ്? ഈ സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന കാലത്തും കേരളത്തിൽ ഈ പിണറായി വിജയൻ്റെ ഈ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മൗലിക പ്രശ്നത്തിൻ്റെ ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വരാൻ വളരെ ബുദ്ധിമുട്ടി. ഇപ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും എൻ്റെ ഒരു ശ്രദ്ധയൊക്കെ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ രോഗിയായ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചെത്തുമ്പോൾ ഇന്ന് വളരെ വൈകും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്കണ്ഠ എനിക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർ സ്നേഹത്താൽ ബന്ധിതരാണ്. അതാണ് പ്രശ്നം. നമ്മളെ കൂട്ടിക്കെട്ടുന്ന ഘടകം എന്താണ്? സ്നേഹമാണ്. അതാണ്. അത് വേണ്ട എന്ന് പറയാണ് ചില ആളുകൾ, അധികാരത്തിൻ്റെ ആളുകൾ. അതെങ്ങനെയാണ്? നേരത്തെ ആളുകളൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അയാൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ ഒരു നാട്ടിൽ നിന്നിട്ട്? അങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് മനുഷ്യർക്കിടയിൽ സ്നേഹമില്ലാതാക്കി തീർക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പരസ്യമായി പറയാണ്. മുമ്പൊക്കൊന്നും ഇത് പരസ്യമായി പറയാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല കേരളത്തിൽ. ഒരുപാട് ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതൊക്കെ അകത്ത് വെച്ചു എന്നൊരു പരസ്യമായി പറയാണ് അയാൾ മലപ്പുറത്ത് അതിനെതിരായിട്ട് പറയുന്നു. അതാണ് ടെലിവിഷൻ ചാനലുകളിൽ സംസാരിച്ചിട്ടുള്ള അതാത് ദിവസങ്ങൾ സംസാരിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. തോന്നിയവാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലപ്പുറത്തിനെതിരാണെന്ന് പറയുന്നു, മുസ്ലിം ലീഗിനെതിരാണെന്ന് പറയുന്നു. ഇവിടെ മുസ്ലിം ലീഗിനെതിരായിട്ട് പറയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയും ആണല്ലോ. മുസ്ലിം ലീഗിനോട് നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ എതിർക്കണം? രാഷ്ട്രീയം പറഞ്ഞിട്ട് എതിർക്കണം. പക്ഷെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം ലീഗിനെ മലപ്പുറത്തോട് കൂട്ടിക്കെട്ടുക, മുസ്ലിം ലീഗിനെ ഒരു മതത്തോട് കൂട്ടിക്കെട്ടുക, എന്നിട്ട് അത് ചീത്തയാണെന്ന് വരുത്താൻ ശ്രമിക്കുക. അതാണ് എന്ത് ഭയാനകമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ ഒരുപക്ഷെ ഈ പൊതുജീവിതം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ 70-കളിൽ ആരംഭിക്കുമ്പോൾ ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്നെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ അന്ന് ഈ പറയുന്ന പൊതുപ്രവർത്തനം ആരംഭിച്ച അക്കാലത്ത് കേരളം മോശമാണ്, കുറേ കൂടി മെച്ചപ്പെട്ട കേരളം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ച 1973 തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് 73. അന്ന് മനുഷ്യർക്കടുത്ത് സ്നേഹമുണ്ടായിരുന്നു. രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ ആ അതിർത്തിക്കകത്ത് നിന്നിരുന്നു. അതാണ്. അന്നും രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ തർക്കങ്ങളുണ്ട്, അതൊക്കെ അതിൻ്റെ അതിർത്തികൾക്കകത്ത് നിന്നിരുന്നു. ഇപ്പോൾ അതല്ല ചെയ്യുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ അസ്ഥിവാരങ്ങളെ ചോദ്യം ചെയ്യുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൊറുപ്പിക്കാനാവാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സംഘപരിവാരത്തെ എതിർക്കുന്നത്? സംഘപരിവാരം ഇത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് BJP ഇന്ത്യ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ ഒരു ബഹുകക്ഷി ജനാധിപത്യമാണ്. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്കും പ്രവർത്തിക്കാമല്ലോ അങ്ങനെ ആകുമ്പോൾ, ഇല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സംഘപരിവാരത്തെ നമ്മളെല്ലാവരും നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്നത്? അത് മനുഷ്യ ജീവിതത്തിൻ്റെ അസ്ഥിവാരങ്ങളെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്. ഇപ്പം എല്ലാവരും ഈ പലസ്തീനു വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താറുണ്ട്. പക്ഷേ പലസ്തീന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. പലസ്തീന് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മൾ എന്തുകൊണ്ട് ഇപ്പം നിർബന്ധിക്കപ്പെട്ടു? അവിടെ പലസ്തീനികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ മുഴുവനും ചോദ്യം ചെയ്യുന്ന പണിയാണ് ആദ്യം നടന്നതെങ്കിൽ, ഇപ്പം അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു. ഒരു ജീവിക്കാൻ പറ്റുന്നില്ല, കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇത്തരം രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ, ഇത്തരം രാഷ്ട്രീയത്തിൻ്റെ നിരന്തരമായ അവതരണങ്ങൾ, കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു ആശയമാണ്. ഇത്തരം ആശയങ്ങളുടെ ഇപ്പോൾ സയണിസം എന്താണ്? സയണിസം ഇത്തരം ആശയമാണ്. മതനിഷ്ഠമായിട്ടുള്ള ഇസ്ലാം മതവിരോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വംശവിരോധത്തിൻ്റെ ആശയങ്ങളാണ് സയണിസമായിട്ട് വന്നത്. അതിപ്പോൾ എവിടെ എത്തിച്ചേർന്നു? ദീർഘകാലം ഇത് ആശയമായി നിന്നു. പിന്നീട് അത് ഈ പറയുന്ന 1-2 യുദ്ധങ്ങളായി തീർന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഗാസയിലെ മനുഷ്യരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒന്നെങ്കിൽ ബോംബ് ചെയ്ത് കൊല്ലുക, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക, പട്ടിണിക്കിട്ട് കൊല്ലുക, മരുന്നുകൾ നിഷേധിച്ചിട്ട് കൊല്ലുക, കെട്ടിടങ്ങൾ മുഴുവൻ നിരപ്പാക്കിയിട്ട് കൊല്ലുക, ഇങ്ങനെ മനുഷ്യരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് രാഷ്ട്രീയം വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ഗസക്ക് വേണ്ടി ഓരോ നേരവും ശബ്ദം ഉയർത്തുന്നത്. അതാണ്. അതുകൊണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ നിരന്തരമായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമായ ഫലങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഇപ്പം കേരളത്തിൽ ഇപ്പം ഞാൻ സാധാരണഗതിയിൽ മുസ്ലിം ലീഗിനെ വളരെ അഭിനന്ദനപൂർവ്വം കാണുന്ന ഒരാളാണ്. മുസ്ലിം ലീഗിനെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാമുദായികതയുണ്ട്, അത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ 92 ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ട വർഷങ്ങളിൽ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അടിയന്തരാവസ്ഥയുണ്ട്, അതിനൊക്കെ ശേഷം അത് ഈ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനമാണ്. ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിലൂടെ ഒരുപക്ഷെ ഇന്ത്യയിലെ സംഘപരിവാരം ഉദ്ദേശിച്ചത് ആ കെട്ടിടത്തിൻ്റെ പൊളിച്ചു നീക്കൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മതവിഭാഗമായിട്ടുള്ള ഇസ്ലാമിനെതിരായിട്ടുള്ള വെറുപ്പുകളുടെ ഒരു പരമാവധി ഉണ്ടാക്കി തീർക്കുക. അതിൻ്റെ പുറത്ത് നാടെങ്ങും വർഗീയ കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാക്കി തീർക്കുക. അങ്ങനെ ഇസ്ലാം മതത്തെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളുക. ഈ ഒരു പണിയാണ് ഉത്തരേന്ത്യയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 92 ഈ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ശേഷം തുടർന്നുണ്ടായ ദിവസങ്ങളിൽ കേരളത്തിലെ സെക്കുലർ ഫാബ്രിക്കിന് കാവൽ നിന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമാണ് കേരളത്തെ ഭ്രാന്തിൽ നിന്ന്, മതപരമായ സാമുദായികമായ ഭ്രാന്തിൽ നിന്ന് തടഞ്ഞത് എന്ന കാര്യം ചരിത്രത്തിലുള്ളതാണ്. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ സാന്നിധ്യമാണ്, അതിൻ്റെ പക്വതയുള്ള നേതൃത്വത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി തങ്ങൾ സെക്കുലറാണെന്നുള്ള കാര്യം ആശയപരമായിട്ട് മാത്രമല്ല പ്രായോഗികമായിട്ടും തെളിയിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട സെക്കുലർ പാർട്ടികളിലൊന്ന്. ആ പാർട്ടിയാണ് ഇത്ര മോശമായിട്ട് കുറിച്ച് വിവരിക്കുന്നത്. അതാണ് മനസ്സിലാവണേ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗും കൂടി ഉത്സാഹിച്ചിട്ട് ധാരാളമായ വർഗീയ കലാപങ്ങൾ 90 മുതൽ നടന്നുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ബുദ്ധിമുട്ട് വെള്ളാപ്പള്ളി നടേശൻ അനുഭവിക്കേണ്ടി വരില്ലേ? ഇല്ലേ? വേണ്ടി വരില്ലേ? അയാളുടെ SNDP യോഗം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഒരു നാട്ടിൽ കലാപം ഉണ്ടായാൽ എല്ലാവരും അങ്ങനെയാണോ? ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ പറയുന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ചൊല്ലുണ്ട്, മയ്യത്ത് കട്ടിൽ എല്ലാ വീട്ടിൻ്റെ മുമ്പിലും വരും എന്ന് പറയും. ഞങ്ങൾ ഇവിടെ പറയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയോ? ഞങ്ങളുടെ നാട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഏതാണ്ട് പകുതി ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളും ഉള്ള, അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്ഥലമാണ് അന്നും ഇന്നും. അപ്പോൾ ഞങ്ങളെ എല്ലാ വീട്ടിലും അവിടെയുള്ള എല്ലാ മതക്കാരുടെ വീട്ടിലും പറയുന്നൊരു ചൊല്ലാണ്, മയ്യത്ത് കട്ടിൽ എല്ലാ വീട്ടിൻ്റെ മുമ്പിലും വരും. അതൊരു വലിയ തിരിച്ചറിവാണ്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ മരിച്ചു പോകുമെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനപരമായ തിരിച്ചറിവിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഈ സംഗതി എല്ലാ വീട്ടിൻ്റെ മുമ്പിലും ഒരു ദിവസം വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവന്മാരുടെ വീട്ടിൻ്റെ മുമ്പിലും മയ്യത്ത് കട്ടിൽ വരും. അതാണ് പ്രശ്നം. അതുണ്ടായിട്ടില്ല, അത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇല്ലാതിരുന്നത്? ഈ പറയുന്ന മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ്. മനസ്സിലായല്ലോ? നിങ്ങൾ മോശമാണെന്ന് പറയുന്ന മലപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിൻ്റെ പുറത്ത്? അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മലയാളിക്ക് അങ്ങനെ ഒരു വിവേകമുണ്ട്, മലയാളിക്ക് അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. മലയാളി പല മതങ്ങളിൽ വിശ്വസിക്കുന്നു, അതിന് ഇയാൾക്ക് എന്താ കുഴപ്പം? മനസ്സിലായോ? മലയാളിക്ക് അതാണ് മതം എന്ന് പറയുന്നതിനെക്കുറിച്ച് എന്താ ഇവർ ധരിച്ചിരിക്കുന്നത്? മതം എന്ന് പറയുന്നതിന് ഓരോ മതങ്ങൾക്കും ഓരോ ചരിത്രമുണ്ട്,
ഈ മതങ്ങളെല്ലാം ചേർന്നിട്ടാണ് ലോകമുള്ളത്. മനസ്സിലായില്ല? ലോകമുള്ളത് അതാണ്. ഇപ്പോൾ ഇസ്രായേലുകൾ ഈ പറയുന്ന പലസ്തീനികളെ മുഴുവൻ കൊന്നൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഇതേ ഇസ്രായേലിൽ എത്ര മതക്കാരുണ്ട്? എന്തെല്ലാം മതമുണ്ട്? ഇസ്രായേലിൽ ജൂതന്മാർ മാത്രമല്ലേ ഉള്ളത്? ആണോ? അല്ല, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, പല മതക്കാരുണ്ട്. പക്ഷേ ഈ വാസ്തവത്തെ തോൽപ്പിക്കുകയും കേരളത്തിൽ വെറുപ്പ് പടർത്തുകയും കേരളത്തിലും ഇസ്ലാമിനെതിരായിട്ടുള്ള വെറുപ്പുകൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന അതിനീചമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത്. അത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്നു. അതാണ് ഏറ്റവും ആവൽക്കരമായിട്ടുള്ള കാര്യം. വേറെ ആരും ഇപ്പോൾ എനിക്ക് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചൊന്നും പ്രതീക്ഷയില്ല. കാരണം അയാളൊരു എന്താ പറയേണ്ടത്, മോശം കച്ചവടക്കാരനാണ്. മനസ്സിലായില്ല? അതിലും രണ്ട് തരത്തിലുണ്ട് ഇല്ലേ? നല്ല കച്ചവടക്കാരുണ്ട്. എനിക്കൊരുപാട് കച്ചവടക്കാരായ സുഹൃത്തുക്കളുണ്ട്. തമാശ പറയുന്ന ആളുകൾ, കളിയാക്കുന്ന ആളുകൾ, പരസ്പര ബന്ധമുള്ള ആളുകൾ, നിങ്ങൾ ഈ വലിയ കൊള്ള ലാഭം എടുക്കുന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവരും ചിരിക്കും, ഞാനും ചിരിക്കും. പക്ഷെ അയാളൊരു പഴയ കൊള്ളരുതാത്ത കച്ചവടക്കാരനാണ്. അത് അയാളുടെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ അയാളത് കൊണ്ട് പലതും പറയുമായിരിക്കും. കാരണം അതുകൊണ്ട് അയാളുടെ സമുദായ സംഘടന നടത്തുന്നതിന് സൗകര്യങ്ങളുണ്ടാവും. അയാൾ ഒരു സംഘടന എന്ന് വെച്ചാൽ SNDP എന്ന് പറഞ്ഞാൽ കേരളീയ നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ച ശ്രീനാരായണ ഒക്കെ സ്ഥാപിച്ച മഹത്തായൊരു സംഘടനയാണ്. അത് അയാൾ വീട്ടിലൊരു സംഗതി പോലെ കീശലിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു നേതാവ്, അയാൾ വേറൊരു നേതാവ്, അയാളുടെ ഭാര്യ, വേറൊരു നേതാവ്, അയാളുടെ മകൻ. പോരെ, നാളെ നന്നായിട്ടുണ്ടല്ലോ. അതിപ്പോൾ അയാൾക്ക് ശേഷം അയാളുടെ മകൻ നേതാവായാൽ മനസ്സിലാവും. അങ്ങനെ പലതും ഉണ്ടാവാറുണ്ട് പല നാട്ടിലും. പക്ഷേ ഇത് ഒരേ സമയത്താണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അയാളുടെ കാര്യം. പക്ഷേ അയാൾ ചെയ്യുന്ന അതുപോലെ ഇപ്പോൾ BJPക്കാർ, സംഘപരിവാർ ഇപ്പോൾ ഇസ്ലാമിനെതിരായിട്ടും ഈ പറയുന്ന മുസ്ലിം ലീഗിനെതിരായിട്ടും ഒക്കെ എന്തെല്ലാം തരത്തിലുള്ള പ്രചാരങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് തീർച്ചയായിട്ടും കഴിഞ്ഞ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന അത് ആവൽക്കരമായൊരു കാര്യമാണ് എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ അതിന് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. കേരളത്തിന് പ്രതിരോധിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 92 ഇത്രയും വലിയ പ്രകോപനത്തെ കേരളം പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നടക്കുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അധികാരത്തിലിരിക്കുന്ന CPMൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ പരമോന്നത നേതാവാണെന്ന ആളുകളൊക്കെ അംഗീകരിച്ചുള്ള ശ്രീ പിണറായി വിജയൻ്റെ തന്നെ നേതൃത്വത്തിലാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള പ്രചാരണം, ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രചാരണം, മലപ്പുറത്തിനെതിരായിട്ടുള്ള പ്രചാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടത്തുന്ന അതിതീവ്ര വർഗീയവാദിയായ ഒരുത്തനെ ഇപ്പോൾ, അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് മുസ്ലിം ലീഗ് തിരിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വല്ല യുക്തിയുണ്ടെന്ന് പറയാം. ഇല്ലേ? ആണ്. ഇതേ പണി വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി മുസ്ലിം ലീഗുകാർ തിരിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നടക്കുന്ന കാര്യത്തിനകത്തൊരു യുക്തിയുണ്ടെന്ന് പറയാം. മുസ്ലിം ലീഗുകാർ തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ. എന്തൊക്കെ പറയുന്നുണ്ടോ? എൻ്റെ അറിവില്ല. മുസ്ലിം ലീഗുകാർ മിക്കവാറും ഇതിനെ രാഷ്ട്രീയമായി നേരിടുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മുസ്ലിം ലീഗ് ഒരു വലിയ സെക്യുലർ പാർട്ടിയാണ്. അത് കേരളത്തെ ഇതുപോലെ നിലനിർത്തുന്നതിൽ, കേരളത്തിലെ മനുഷ്യത്വത്തെ നിലനിർത്തുന്നതിൽ ഗംഭീരമായ പങ്ക് വഹിക്കുന്ന പാർട്ടിയാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് അതാണ്. ആ പാർട്ടി ഈ പ്രകോപനത്തിൽ കൊടുക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. പാണക്കാട് തങ്ങന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഇതേ നിലക്ക് തിരിച്ച്? അതിലാരും ഒന്നും പറയാറില്ല. അവർ മിക്കവാറും അതിനെ വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള നിലയിൽ അവഗണിച്ച് കളയാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കാണിക്കുന്ന ഉത്തരവാദിത്വം എത്ര വലുതാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത്, ആ പാർട്ടി എത്ര വലിയ ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത്. അവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? വേണമെങ്കിൽ പറഞ്ഞൂടെ? ഞാൻ മുസ്ലിം ലീഗുകാരോടാണ് പ്രസംഗിക്കുന്നതെന്നുകൊണ്ട് പറയുന്നതല്ല. ആ പാർട്ടിക്ക് തിരിച്ചു പറയാമല്ലോ. കാരണം ലാഭം കിട്ടുമെങ്കിൽ ആ പാർട്ടി. പക്ഷേ അവരങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ സൗകര്യം വെച്ചാൽ കേരളത്തിലെ സാഹോദര്യം, കേരളത്തിലെ സ്നേഹം, കേരളത്തിലെ മനുഷ്യപ്പറ്റ് നിൽക്കും. മലപ്പുറത്ത് അതുണ്ടാവും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന മലപ്പുറത്ത് അത് നിലനിൽക്കും. അതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ ആപൽക്കരമായൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ഈ പ്രമേയമായിട്ട് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാം. ഇതിപ്പോൾ ഇംഗ്ലീഷിലൊരു പ്രധാനപ്പെട്ട ചൊല്ലുണ്ട്. നമ്മൾ ഈ കുളിത്തൊട്ടിയിൽ വെള്ളം കളയുമ്പോൾ അതിനോട് കുട്ടിയെയും കൂടി കളയരുത് എന്ന് പറയും. കുളിത്തട്ടിയിൽ ഒറ്റം അങ്ങനെയാണ്. അവിടെയാണ് ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് കുറേശ്ശെ ടബിലിട്ടിട്ട് കുടിപ്പിക്കുക കുട്ടികളെ. അവിടെ അങ്ങനെയാണ്.
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് വരുന്നുണ്ടെന്നോ അല്ലേ? ഇവിടെ അങ്ങനെയല്ല. മുമ്പ് നമ്മുടെ നാട്ടിൽ ഇവിടെ എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളെ ഈ മുതിർന്ന സ്ത്രീകൾ കാലിൽ കിടത്തിയിട്ടാണ് കുളിപ്പിക്കുക. അത് തന്നെയാണ് ഇവിടെ ഇല്ലേ? മുമ്പൊക്കെ അങ്ങനെയാണ്. അല്ല അതാണ് അത് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതൊക്കെ മാറിയിട്ട് വിദേശത്ത് അങ്ങനെയല്ല. ടബിൽ, ഈ പറയുന്ന ടബിലിട്ടിട്ടാണ് കുട്ടികളെ കുളിപ്പിക്കുക. അപ്പോൾ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുളിപ്പിച്ച വെള്ളം കളയുമ്പോൾ കുട്ടിയെയും കൂടി കളയരുത് എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് ഇംഗ്ലീഷിൽ, യൂറോപ്പിൽ. അതുപോലെ നിങ്ങളുടെ ഈ പ്രയോഗത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്സിസമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. മാർക്സിസം എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്ന ഒരു ചിന്താധാരയാണ്. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ നോക്കിയാൽ മതി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക ആശയങ്ങൾ മുഴുവനും മാർക്സിസ്റ്റ് ആശയങ്ങളാണ്. മാർക്സിസമാണ്. കാരണം കാൾ മാർക്സ് മുതലാളിത്തത്തിനെതിരായിട്ട് ചിന്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അന്നും ഇന്നുമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. എന്താണ് മുതലാളിത്തത്തിൻ്റെ അപകടം? എങ്ങനെയാണ് മുതലാളിത്തത്തിന് മനുഷ്യമുഖമുള്ള മുതലാളിത്തം എങ്ങനെ ഉണ്ടാക്കാമെന്ന അന്വേഷണത്തിൽ മാർക്സിസത്തിന് വലിയ പങ്കുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഭൗതികവാദ പ്രസ്ഥാനമാണ്. പക്ഷേ അതിനർത്ഥം അതൊരു മതവിരോധ പ്രസ്ഥാനമല്ല. അത് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ്. മതങ്ങളെ എതിർക്കുക എന്നുള്ളത് മാർക്സിസത്തിൻ്റെ ഒരു ഉദ്ദേശമേ അല്ല. അത് എങ്ങനെയെന്നറിയണമെങ്കിൽ അതാണ് ഞാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത്. മുതലാളിത്തം അങ്ങേയറ്റത്തെ അസമത്വം സൃഷ്ടിച്ചുകൊണ്ടാണ് വളർന്നു വരുന്നത്. സമ്പത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാക്കുന്നു. ദാരിദ്ര്യം വലിയ തോതിൽ ഉണ്ടായിത്തീരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വലിയ സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഇവിടെ വന്ന വയനാടിൻ്റെ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആരോടോ പത്രക്കാരോട് മറ്റു സൗഹൃദ സംഭാഷണത്തിൽ ഒരു നെഹ്റുവിയൻ മാർക്സിസ്റ്റായിട്ടാണ് രാഹുൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. അത് ഏതാണ്ട് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം സ്നേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന, കാണുന്ന, സംസാരിക്കുന്ന ചില സമ്പദ്ശാസ്ത്ര വിദഗ്ധന്മാരുണ്ട്. അവർ 1-2 പേര് ഫ്രഞ്ചുകാരാണ്. അതിൽ ഒരാളുടെ പേര് തോമസ് പിക്കറ്റി എന്നാണ്, മറ്റേ ആളുടെ പേര് ലൂക്കാസ് ചാൻസൽ എന്നാണ്. ഈ 2 പേര് പാരീസിലെ പ്രസിദ്ധമായിട്ടുള്ള ദി വേൾഡ് ഇൻഇക്വാളിറ്റി ലാബ് എന്ന് പറയുന്ന സമ്പദ്ശാസ്ത്ര ഗവേഷണ സ്ഥാപനം നടത്തുന്ന ആളുകളാണ്. ഇവരാണിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മനുഷ്യപ്പറ്റുള്ള ലോകപ്രസിദ്ധരായിട്ടുള്ള, ലോകത്താരും എതിർക്കാത്ത 2 പ്രധാനപ്പെട്ട സമ്പദ്ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഈ പറയുന്ന തോമസ് പിക്കറ്റിയും ലൂക്കാസ് ചാൻസലും മറ്റുമാണ് രാഹുൽ ഗാന്ധിയുടെ സമ്പദ്ശാസ്ത്ര ഉപദേഷ്ടാക്കൾ. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യമുഖമുള്ള മുതലാളിത്തം ഉണ്ടാക്കി തീർക്കുക, എങ്ങനെയാണ് ഈ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും സാർവത്രീകരണത്തിനെതിരെ, അതുകൊണ്ടാണ് അദ്ദേഹം പ്രധാനപ്പെട്ട ആശയമായിട്ട് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്, 2 പേർ വിൽക്കുന്നു, 2 പേർ വാങ്ങുന്നു. കേട്ടിട്ടില്ലേ? അതാണ് മോഡി അമിത്ഷായും വിൽക്കുന്നു, അദാനിയും അംബാനിയും വാങ്ങുന്നു. അതാണ്. അപ്പോൾ 2 ഗുജറാത്തികൾ വിൽക്കുകയും 2 ഗുജറാത്തികൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു മുതലാളിത്തമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ പിറകിൽ ഒരു മാർക്സിയൻ സാമ്പത്തിക തത്വമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്സിസത്തിന് ഒരിക്കലും പിണറായി വിജയനാവാൻ കഴിയില്ല. അതാണ്, പിണറായി വിജയൻ്റെ പാർട്ടി ആവാൻ കഴിയില്ല. സത്യത്തിൽ പിണറായി വിജയൻ്റെ പാർട്ടിയിൽ നിന്ന് മാർക്സിസ്റ്റ് എന്ന് പറയുന്ന കാര്യം എടുത്തു മാറ്റേണ്ട കാലം എത്രയോ കഴിഞ്ഞു. അതിന് മാർക്സിസമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഒരു മാർക്സിസ്റ്റും മലപ്പുറത്തിനെതിരെ പറയില്ല. ഒരു മാർക്സിസ്റ്റും വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരുത്തനെ ചുമന്ന് നടക്കില്ല. സാധ്യമല്ല അത്. കാരണം ലോകത്ത് ഉള്ള ഒരേ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അധ്വാനവും മൂലധനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണെന്നും അതിൽ അധ്വാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമെന്ന സിദ്ധാന്തത്തെയാണ് മാർക്സിസം എന്ന് പറയുക. അതുകൊണ്ട് മാർക്സിസം ഒരിക്കലും ഫാസിസത്തിന് സമ്പൂർണ്ണമായിട്ട് എതിരാണ്, വംശീയതക്കെതിരാണ്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഫ്രാൻസിലൊക്കെ ഗസക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വലിയ 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 റാലികളുണ്ട്. അതിൻ്റെ മുന്നണിയിൽ പോകുന്നത് ചുവന്ന കൊടികളാണ്.
അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഗ്രൂപ്പുകളുമാണ് അതിനുവേണ്ടി നേതൃത്വം വഹിക്കുന്നത്. കാരണം ഇത് ഈ പിണറായി വിജയനും അയാളുടെ പാർട്ടിയും അയാളുടെ വിവരദോഷിയായ എൻ്റെ പഴയ അടുത്ത സുഹൃത്താണ് ഗോവിന്ദൻ, MV ഗോവിന്ദൻ. അയാളൊക്കെ എങ്ങനെ ഇത്രയും വലിയ വിവരദോഷിയായി പോയതെന്നാണ് ഞാനിങ്ങനെ അത് പ്രത്യേകിച്ച് ഇപ്പം ഞാനൊരു കണ്ണൂരുകാരനാണ് എന്നുള്ളതിൽ വളരെ അഭിമാനിക്കുന്ന ഒരാളാണ്. കാരണം ഞങ്ങൾ കണ്ണൂരുകാർ, ഞാൻ പറഞ്ഞോളൂ, ഞങ്ങളെ വീട്ടിലൊന്നും ഈ പറയുന്ന അങ്ങനെ ഒരു വേർതിരിവ് ഞങ്ങൾ ഒരിക്കലും കാണിക്കാത്ത ആളുകളാണ്. മനുഷ്യർക്കിടയിൽ എന്ത് വേർതിരിവ്, എന്തിൻ്റെ പുറത്ത് ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും അടുത്ത് എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എടാ കോയമ്മയെന്നാണ് നീട്ടി വിളിക്കുക ഞാൻ. അപ്പോൾ നീ എല്ലാം വലിയ ആളാണ്, നിന്നോടൊന്നും അങ്ങനെയൊന്നും പണ്ടത്തെ മാതിരി വർത്തമാനം പറയാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാൻ എന്നെ വിളിക്കടാ, നീടാണ് മിണ്ടാതെ പോകുന്നൊക്കെ ചോദിക്കും. അപ്പോൾ അയാൾ എന്നോട് പറയും, നീയെല്ലാം വലിയ ആളാണേ, എന്നോടൊന്നും അങ്ങനെയാണല്ലോ, നാട്ടിൽ അങ്ങനെയാണല്ലോ കാണുക, ഈ TV വിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. ഞാൻ പറയും, നീ വാടാ, എന്താ ഈ വർത്താനം പറയുന്നത്, എങ്ങനെയുണ്ട് അങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ തരത്തിലുള്ളൊരു ബന്ധമാണ് മനുഷ്യർക്കിടയിൽ നിലനിന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു വ്യത്യാസം എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ പറ്റുക, എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വോട്ട് പിടിക്കാഹേ, ഇയാൾക്ക് ഇനിയും മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, മാന്യമായി വോട്ട് പിടിക്കുക. പാർട്ടി പറഞ്ഞിട്ട് നേരത്തെ ഇയാൾ പറഞ്ഞല്ലോ, കോൺഗ്രസ്സിലെ ചെറുപ്പക്കാരെയൊക്കെ കണ്ടുപഠിക്കും നിങ്ങൾ. നേരത്തെ വീട്ടിൽ ബലരാം പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പറയും, മനസ്സിലായല്ലോ. മലപ്പുറം ജില്ല വിഭജിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ലടോ, ഈ മലപ്പുറത്തെ മുഴുവൻ മനുഷ്യരുടെ ആവശ്യമാണ്, മനസ്സിലായല്ലോ. കാരണം അതിൻ്റെ ആവശ്യം, കാരണം ഇത്രയധികം ജനസംഖ്യയുള്ളൊരു ജില്ലയാണ്. അവർക്കൊരുപാട് ഇപ്പോൾ എല്ലാം അതാണ് നേരത്തെ ബാലറാം പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു യുക്തിയല്ലേ. കാരണം ഈ +2 എല്ലാം കാലത്ത് ഈ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അത്രയും സീറ്റും സൗകര്യവും കിട്ടുന്നില്ല. അതൊരു പരിഹാരം വേണ്ടേ? ഇവിടെ കുട്ടികളുടെ കാര്യമല്ലേ ഈ പറയുന്നത്. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്, മയ്യത്ത് കട്ടിൽ വരുമ്പോൾ നമ്മളെല്ലാം പോവില്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഭാവി ഉണ്ടാവുക എന്നുള്ളത് അത് മലപ്പുറത്തെ ഓരോ മനുഷ്യൻ്റെ ആവശ്യമാണ്, അല്ലാതെ ലീഗുകാരുടെ ആവശ്യമല്ല. അപ്പോൾ അതിനെന്ത് വേണം? ഭരണപരമായ സൗകര്യങ്ങൾ ഉണ്ടാവണം, കുറച്ചുകൂടി സൗകര്യങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് ഞാനിപ്പോൾ നാളെ രാവിലെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നല്ല പറയുന്നത്, അതിനെക്കുറിച്ച് ആലോചിക്കണം. ഇവിടെ ഉത്തരവാദിപ്പെട്ട മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അതിന് ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളായിരിക്കും കൂടണം, പക്ഷേ അവർ ജനപ്രതിനിധികളാണ്. അതിന് പകരമാണല്ലോ നേരത്തെ പറയുന്നിട്ടില്ലേ, മുസ്ലിം ലീഗുകാരനായിട്ടുള്ള മലപ്പുറംകാരനായിട്ടുള്ള ജനപ്രതിനിധിയെ അപമാനിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്ത് പണിയാണിത്? എടോ, അയാളോട് നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ അങ്ങനെ പെരുമാറ്. അയാൾ മനുഷ്യരൊക്കെ ഇപ്പം എൻ്റെ നീളമുണ്ടോ, അങ്ങനെയുണ്ടോ? എല്ലാവർക്കും എൻ്റെ നീളം വേണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമോ? ഇപ്പം എൻ്റെ ഉയരമുള്ള ആളുണ്ട്, എന്നെക്കാളും ഉയരമുള്ള ആളുണ്ട്, ഉയരം കുറഞ്ഞ ആൾ, അങ്ങനെയൊക്കെ അല്ലടോ മനുഷ്യനുണ്ടാവുക. ഇത് ഇന്നുണ്ടായതാണോ മനുഷ്യൻ എന്ന് പറയുന്നത്? മനുഷ്യന് ലക്ഷക്കണക്കിന് വർഷമായി ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗം ഭൂമിയിലുണ്ടായിട്ട്, മനസ്സിലായല്ലോ. നമ്മൾ പറയില്ലേ, ഇപ്പോൾ വെളുത്തവരുണ്ടാവും, കറുത്തവരുണ്ടാവും, ഇരുനിറമുള്ള ആളുകളുണ്ടാവും, തടിച്ചവരുണ്ടാകും, മെലിഞ്ഞവരുണ്ടാകും. ഇതൊക്കെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി പറയാമോ? സംസ്കാരമുള്ളൊരു മനുഷ്യൻ അങ്ങനെ പറയോ? അതൊരു ജനത കേൾക്കേണ്ടി, ഒരു മുഖ്യമന്ത്രി പറയുന്നത് ഒരു നാട് കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്ര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇല്ലേ? ഈ മുഖ്യമന്ത്രിമാരുമായിട്ട് രൂക്ഷമായ തർക്കം ഉണ്ടാക്കിയ എത്ര മുസ്ലിം ലീഗ് MLA മാരുണ്ടായിട്ടുണ്ട്. ഇയാൾ അയാളുടെ പേര് ഞാൻ പറഞ്ഞിട്ട് അയാളെ അവമാനിക്കില്ല. ഈ ചെറുപ്പക്കാരൻ മാത്രമാണോ? ആണോ? മുസ്ലിം ലീഗിന് ആദ്യമായിട്ടൊരു MLA ഉണ്ടായതാണോ ഇയാൾ? എത്ര മുഖ്യമന്ത്രി? ഇപ്പോൾ ഞാൻ പറയാം, മുമ്പ് യശശ്ശേരി രണ്ടിലുള്ള എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഈ അടുത്ത കാലത്ത് മരിച്ച VS ഒക്കെ ആയിട്ട് മുസ്ലിം ലീഗിൻ്റെ എത്ര യുവ MLA മാർ ഘോരമായി തർക്കിച്ചിട്ടുണ്ട്. അതുണ്ടാവില്ലേ? രാഷ്ട്രീയത്തിലും ഈ നിയമസഭാ പ്രവർത്തനത്തിലും ഒക്കെ എപ്പോഴും ഉണ്ടാവില്ലേ? അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയാണോ ഒരു മനുഷ്യനെ കുറിച്ച് പറയുക? അങ്ങനെ പറയുന്നത് പോട്ടെ, പറയുന്നതിനെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആലോചിക്കുമോ? പറയുന്നത് പിന്നെ ഇപ്പം നമ്മൾ സാധാരണഗതി പറയില്ലേ, ആലോചിച്ച് പറയണമെന്ന് പറയില്ലേ, ചിന്തിച്ച് പറയണമെന്ന് പറയില്ലേ, ഇല്ലേ? മനുഷ്യനെ എങ്ങനെയാണ് മറ്റ് ജീവിവർഗങ്ങളിൽ വ്യത്യസ്തമാകുന്നത്? നമുക്ക് ചിന്താശേഷിയുണ്ട് എന്നുള്ളതാണ്.
ഇപ്പം എൻ്റെയൊക്കെ നാട്ടിൽ പറയുന്നൊരു ചൊല്ലുണ്ട്, കയ്യിൽ നിന്ന് വീണാൽ എടുക്കാം, നാവിൽ നിന്ന് വീണാൽ ഇല്ലേ തിരിച്ചെടുക്കാൻ കഴിയോ? ഇയാൾ എന്തും പറയാണ്. കാരണം എന്താ ചോദിച്ചാൽ ഇയാളെ കൂട്ടുകെട്ട് ഞാൻ നേരത്തെ പറയില്ല, എന്തോ പറയുന്ന ഒരുത്തരുണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണല്ലോ അയാളുടെ കാറിൽ വേറെ ആരെയും കയറ്റാറില്ല, പക്ഷേ ഇയാളെ കയറ്റും. കണ്ടിട്ടല്ലോ നമ്മൾ അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട്. അതാണ് പുറത്തിത് പറയുക. അയ്യപ്പ സംഗമത്തിൻ്റെ ബാക്കി അറിയാലോ നമുക്ക്. ശബരിമല ശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പത്തിൻ്റെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി സ്വകാര്യമായി ഊരിക്കൊണ്ടുപോയി വിറ്റ് പണം ഉണ്ടാക്കിയിട്ടാണ് ഈ വർത്താനം പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സ്നേഹിതന്മാരെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ ഈ വിദ്വാന്മാരൊക്കെ പള്ളിയുടെ ഒക്കെ പരിസരത്ത് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം വളരെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഉണ്ടാവും. നിങ്ങൾ നോക്ക്, ഒരു വശത്ത് കൊടിയ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് രാഷ്ട്രീയത്തിൽ സത്യത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി മുഴുവനും അവരെ രാഷ്ട്രീയമായ ഗതികേടിൽ നിന്നുണ്ടാകുന്നതാണ്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ജനത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനില്ല. അത് ചെയ്യാനുള്ള ഒന്നും അവരുടെ കയ്യിലില്ലാതിരിക്കുമ്പോൾ അത് ചെയ്യുന്ന വർഗീയത വളർത്തുക എന്നുള്ളതാണ്. വർഗീയത പ്രചരിപ്പിക്കുക, പച്ച വർഗീയത പ്രചരിപ്പിക്കുക. എന്നിട്ട് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഡൽഹിയിലെ തമ്പുരാക്കന്മാരുടെ നല്ല കുട്ടികളായി തീരുക. അതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പുറപ്പെടല്ലേ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ശ്രോതാക്കളോട്, മലപ്പുറത്തുകാരോട്, ഒരുപക്ഷെ ഇത് ഓൺലൈനായി കേൾക്കുന്ന ആളുകളോടൊക്കെ മുന്നിൽ വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന എന്ന് പറയുന്നത്, നടക്കുന്ന ഗൂഢാലോചനക്കകത്ത് ആപൽക്കരമായ വേറെയും മാനങ്ങളുണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും RSSൻ്റെ ഈ പറയുന്ന സംഘചാലക്കിനൊക്കെ ഒരൊറ്റ നിലപാടായിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതാണ് വരുന്നത്. അത് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ പോയാൽ ഇടക്കാലത്ത് രാഹുൽ ഗാന്ധി ഇവിടെ തെരഞ്ഞെടുപ്പ് റാലികളുടെയൊക്കെ ചിത്രം വന്നപ്പോൾ ഉത്തരേന്ത്യയിലെ സംഘപരിവാരം പറഞ്ഞ കാര്യമുണ്ടല്ലോ, മലപ്പുറം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാൻ്റെ കൊടിയാണ് അവിടെ വീശുന്നതാണ് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ചത്. ഏത് മുസ്ലിം ലീഗിൻ്റെ കൊടിയെക്കുറിച്ച് പറഞ്ഞത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്നാണ്. മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നത്, ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആവൽക്കരമായ ഒരു ഒരു തീവ്ര വലത് രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുകയാണ് കേരളത്തിൽ. അതാണ് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ട കാര്യം. അത്യാപൽക്കരമായ ഒരു തീവ്ര വലത് ഹിന്ദുത്വ രാഷ്ട്രീയ സഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയനൊക്കെ ഈ നിലയിൽ ഉന്മത്തനാക്കി തീർത്തിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 20% വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു പാർലമെൻറ്റ് സീറ്റ് ജയിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ BJP 2ാം സ്ഥാനത്തായിരുന്നു, ഓർമ്മയുണ്ടോ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ BJP ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തിട്ട്, തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തിട്ട് ടെലിവിഷൻ ചാനലുകൾ പറഞ്ഞ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു വെക്കുന്നുണ്ട്. KC വേണുഗോപാലായിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ ആലപ്പുഴയിൽ നിന്നുകൂടി സംഘപരിവാരം ജയിച്ചേക്കുമായിരുന്നു. കാരണം KC വേണുഗോപാലിന് അത്ര ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് ആലപ്പുഴയിൽ. അതുകൊണ്ട് അത് മാത്രമല്ല, കേരളത്തിലെ UDFൻ്റെ സ്ഥാനാർത്ഥികൾ മുഴുവൻ ജയിച്ച ഭൂരിപക്ഷം ഓർമ്മയുണ്ടോ? എല്ലാവരും ജയിച്ചിരിക്കുന്ന 1,00,000-ൽ കൂടുതൽ വോട്ടുകൾക്കാണ്. ഓർമ്മയുണ്ടല്ലോ. ഈ KC വേണുഗോപാൽ മത്സരിച്ചിട്ട് പോലും 40,000 വോട്ടിനെ അദ്ദേഹം ജയിച്ചിട്ടുള്ളൂ. CPMൻ്റെ കുത്തക സീറ്റ് എന്ന് പറയുന്ന കാസർഗോഡ് സീറ്റിൽ പോലും ഈ പറയുന്ന ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,00,000-ലധികം വോട്ടുകളാണ്. അപ്പോൾ 1,00,000-ലധികം വോട്ടുകൾക്ക് ഈ പറയുന്ന കാസർഗോഡ് പോലൊരു മണ്ഡലത്തിൽ പോലും UDFകാർ ജയിക്കുന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ മത്സരിച്ചിട്ട് പോലും ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ്. കാരണം ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ 40,000 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് UDF സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഒരു തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ധാരാളമായ വേര് കേരളത്തിലുണ്ട് എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്.
ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് രാഷ്ട്രീയമായ ലാഭം കൊയ്യാനുള്ളൊരു ശ്രമമാണ് പിണറായി വിജയനും CPM ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തടഞ്ഞേ മതിയാകൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇതെന്തിനാണ് തടയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മുസ്ലിം ലീഗിന് വേണ്ടിയോ കോൺഗ്രസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് തടയപ്പെടേണ്ടതെന്നല്ല ഞാൻ കരുതുന്നത്. ഇത് കേരളത്തിലെ മനുഷ്യർക്ക് മുഴുവനും വേണ്ടി തടയപ്പെടുന്നത്. കാരണം കേരളത്തിലെ സാമൂഹ്യ ജീവിതം ഏറ്റവും ചുരുങ്ങിയത് ഇതുപോലെയെങ്കിലും തുടരേണ്ടതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 50 വർഷം ഉണ്ടായിരുന്ന കേരളത്തിലെ സാമൂഹ്യ ജീവിതം ഇത്രയൊക്കെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഉള്ളടക്കത്തിലെങ്കിലും കേരളത്തിലെ സാമൂഹ്യ ജീവിതം തുടരുക എന്നുള്ളത്, കേരളത്തിലെ സ്നേഹം തുടരുക എന്നുള്ളത്, കേരളത്തിലെ സാഹോദര്യം തുടരുക എന്നുള്ളതാണ് നാം മുൻനിർത്തേണ്ട ഏറ്റവും ആസന്നമായ ലക്ഷ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതുകൊണ്ട് ഈ അജണ്ടയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാവി അണിയുന്ന മാർക്സിസത്തെക്കുറിച്ചല്ല പറയേണ്ടത്, കാവി അണിയുന്ന CPM രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയേണ്ടത്. അല്ല, നവമാർക്സിസം എന്നൊക്കെ പറയുമ്പോഴെന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്സിസത്തിൻ്റെ ഒരു ചരിത്രം അറിയുമ്പോൾ നവമാർക്സിസം എന്നൊക്കെ പറയുന്നത് ഒരു 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 സാങ്കേതിക സംജ്ഞയാണ്. മാർക്സിസത്തിൻ്റെ ചരിത്രമൊക്കെയായി ബന്ധപ്പെട്ട് നവമാർക്സിസം എന്ന് പറയുന്ന പ്രയോഗത്തിന് വേറെ അർത്ഥങ്ങളാണുള്ളത്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു അർത്ഥമല്ല, അത് വേറൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഒരു കാവ്യമുഖം ആണ് തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു അയാൾ. കാരണം വേറെ ഒരു പരിഹാരം അവരുടെ മുമ്പിൽ, അതിജീവനത്തിന് പരിഹാരം ഇല്ലാതായി തീർന്നിരിക്കുന്നു ആ പാർട്ടിയുടെ മുമ്പിൽ. അവർക്ക് അതിജീവിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് ഒരു ഹിന്ദുത്വ ഇടത് പാർട്ടി എന്നോ എനിക്കറിഞ്ഞൂടാ, അങ്ങനെ ഒരു പാർട്ടി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്കൊരു ഹിന്ദുത്വ ഇടത് പാർട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതൊക്കെ നമുക്ക് അതുണ്ടല്ലോ, വാക്കുകൾ വെച്ചിട്ടായാലും ആശയങ്ങൾ വെച്ചിട്ടായാലും അങ്ങനെ ഒരു കാര്യത്തെ എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യത്തെ ഒരു സങ്കല്പന, ഒരു വിഭാവനാക്കിയിട്ട് പോലും കാണാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അത് തടഞ്ഞേ മതിയുള്ളൂ. അത് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ഫാസിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ചരിത്രത്താൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഫാസിസം സെൽഫ് ഡിസ്ട്രക്റ്റീവാണെന്നുള്ളത്, സ്വയം ഹത്യയാണ് അതിൻ്റെ ജീനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അവർ സ്വയം നശിപ്പിക്കും. ഒരു ഫാസിസത്തിനും അങ്ങനെ ഫാസിസത്തിനകത്ത് അതിൻ്റെ മരണവും കൂടി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫാസിസത്തിൻ്റെ നിലവിൽ നമുക്കറിയാവുന്ന എല്ലാ ചരിത്രത്തിൻ്റെയും ഒരു ആത്യന്തികത എന്ന് പറയുന്നത്. ഒരു ഫാസിസവും അതിൻ്റെ നാശവും കൂടി ഉൾച്ചേർന്നിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു നിശ്ചിത കാലത്തേക്ക് അതിനൊരുപാട് ആവൽക്കരമായ ഫലങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് അതാണ് നമ്മളിപ്പോൾ പലസ്തീനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലസ്തീനിൽ ഇതാണ് നല്ല അവസരം എന്ന് 2000 ഈ പറയുന്ന ഒക്ടോബർ 7 ശേഷം ഈ പറയുന്ന സയനിസ്റ്റുകൾ മുഴുവൻ തീരുമാനിച്ചു. ഇതാണ് പലസ്തീനിലെ അവസാനമായി നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭം എന്ന് മനസ്സിലാക്കുകയും അവർ 2 വർഷമായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതിന് ശേഷവും അവശേഷിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലസ്തീനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഈ ഒരു പുതിയ സ്ഥലം വരെ എടുത്തു കഴിഞ്ഞാൽ ഫാസിസത്തിനകത്ത് അതിൻ്റെ സർവനാശവും കൂടി ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അതിൻ്റെ ഇടക്കാലത്ത് അതിന് ഒരുപാട് ആവൽക്കരമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് CPM അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM നുണകൾ മാത്രമാണ് പറയുന്നത്. CPM എന്തുകൊണ്ടാണ് നുണകൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നുണകളുടെ ഒരു സാമൂഹ്യ ശാസ്ത്രമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ആളുകൾ വിശ്വസിക്കണം എന്നുള്ളത് കൊണ്ടല്ല, അവർക്കറിയാം നുണകളൊന്നും മനുഷ്യൻ വിശ്വസിക്കില്ല. പക്ഷേ നുണകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ സത്യം വേണ്ടാത്തൊരു സ്ഥലത്തേക്ക് ജനങ്ങൾ എത്തിച്ചേരും. സത്യം ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ആളുകളെത്തും. ഇത്
ഗീബൽസാണ് ആദ്യം തെളിയിച്ചത്. ഗീബൽസിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, ഒരു നുണ 100 ആവർത്തിച്ചാൽ സത്യമാകുമെന്ന് സിദ്ധാന്തിച്ച ആളാണ് ഗീബൽസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഗീബൽസിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ അറിയേണ്ടതാണ്. ഗീബൽസ് ബെർലിൻ, അന്നും ഇന്നുമുള്ള ബെർലിൻ സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ വിദ്യാർത്ഥികൾ ഒരാളായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബെർലിൻ വീഴുകയും അവിടെ ഈ റീസ്റ്റാഗിന് മുമ്പിൽ സോവിയറ്റ് പട്ടാളം ചെങ്കൊടി ഉയർത്തുകയും ചെയ്തതിന് ശേഷം അവിടെ എത്തിയിട്ടുള്ള അമേരിക്കൻ ഏജൻറ്റുമാർ ചെയ്ത പ്രധാനപ്പെട്ട പണി ഗീബൽസിൻ്റെ വസതി റെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗീബൽസിൻ്റെ താമസ കേന്ദ്രങ്ങൾ പരതുക എന്നുള്ളത്, അരിച്ചു പെറുക്കി പരതുക എന്നുള്ളതാണ്. അരിച്ചു പെറുക്കി പരതിയിട്ട് അവർ ഗീബൽസിൻ്റെ ഡയറികൾ മുഴുവനും അമേരിക്കയിലേക്ക് കടത്തി. അത്രയും ബുദ്ധി സോവിയറ്റ് പട്ടാളക്കാർക്കോ അവരുടെ രാഷ്ട്രീയക്കാർക്കോ ഉണ്ടായിരുന്നില്ല. ഗീബൽസ് പിന്നീട് ലോകത്ത് പ്രചാരണ തന്ത്രങ്ങൾ മുഴുവൻ, അത് ഈ കമേഴ്സ്യലായിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങളാവട്ടെ, ലോകത്തെ എല്ലാ പ്രചാരണ തന്ത്രങ്ങളും നിശ്ചയിക്കുന്നത് ഗീബൽസിൻ്റെ ഡയറികൾക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗീബൽസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അതിൻ്റെ സാമൂഹ്യ ശാസ്ത്രം അത്രയേ ഉള്ളൂ. കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരാളും കളവ് വിശ്വസിക്കില്ല, പക്ഷേ സത്യം ആവശ്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു ജനത ഒന്നടങ്കം എത്തിച്ചേരും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോഗം കേരളത്തെ പ്രത്യേകിച്ചും ടെലിവിഷൻ ചാനലിലാവട്ടെ, സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ, ഈ അടുത്ത കാലത്ത് അതെങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ എൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇവിടുത്തെ ഒരു MLA-യുടെ സദാചാര സംഗതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു ടെലിവിഷൻ ചാനലിൽ ഈ പറയുന്ന ഫെമിനിറ്റിയെ, ഈ പറയുന്ന സ്ത്രീത്വത്തെ എങ്ങനെയാണ് ഭരണകൂടാധികാരം ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചത് എന്നതിൻ്റെ ചരിത്രം പറയാൻ പുറപ്പെട്ടു. ഒരു വിഷകന്യകാ സങ്കല്പം, അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള അധികാരവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി പറയാൻ പുറപ്പെട്ടപ്പോൾ അതിൽ ആങ്കർ മോശമായ ഒരു കമൻറ്റ് പറഞ്ഞു. ഞാൻ സ്വപ്നം കാണാത്തൊരു കമൻറ്റാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രയോഗവും ഇയാൾ പറഞ്ഞൊരു കമൻറ്റും മാത്രം വെട്ടിയെടുത്തിട്ട് ഞാൻ വലിയ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞിട്ട് CPM-കാർ വലിയ സാമൂഹ്യ മാധ്യമ പ്രചാരം അഴിച്ചുവിട്ടു. അപ്പോൾ എനിക്കൊന്നും പറയേണ്ടി വന്നില്ല, കാരണം ഞാനത് ചിരിച്ചാണ് കണ്ടത്. കാരണം ആ വീഡിയോ കേട്ട എല്ലാവർക്കും അറിയാം ഞാനെന്താ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും നിലപാടിലൊരു വ്യത്യാസമില്ല. ഇങ്ങനെ സ്വകാര്യ ജീവിതത്തിൽ ഈ നിലയിൽ ഇടപെട്ട ഒരാൾക്ക് അധികാരത്തിലിരിക്കാൻ ഒരു യോഗ്യതയില്ല ജനാധിപത്യത്തിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവും അന്നും ഇന്നും എനിക്കില്ല. അത് എൻ്റെ പരിചയക്കാരനാണോ, അയാൾക്ക് വയസ്സ് കുറവാണോ എന്നൊന്നും ചോദ്യമില്ല. അല്ലെങ്കിൽ അയാൾ നന്നായി സംസാരിക്കുന്ന ആളാണ്, അയാൾ TV-യിൽ നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ്, ഇതൊന്നും പരിഗണനാ വിഷയമല്ല. അന്നും ഇന്നും എനിക്ക് അതിൽ തർക്കമില്ല. പക്ഷേ പിന്നീട് ഞാൻ കാണുന്നത് സമകാലിക മലയാളം എന്ന് പറയുന്ന വാരികയിൽ എനിക്കെതിരായിട്ടൊരു വലിയ മുഖപ്രസംഗം വരുന്നു. ഇതാണ് നിങ്ങൾക്ക് നുണയുടെ ഉപയോഗം എത്ര ഗംഭീരമായിട്ട് നടത്താൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ കണ്ടതാണ്. ഞാനിത് എൻ്റെ പരിചയക്കാരാണ്. സമകാലിക മലയാളത്തിലെ ഈ പറയുന്ന പത്രക്കാർ മുഴുവൻ എൻ്റെ പരിചയക്കാരാണ്, വ്യക്തിപരമായ പരിചയക്കാരാണ്, പതിറ്റാണ്ടുകളായിട്ട് അറിയുന്ന ആളുകളാണ്. ഉമേഷ് ബാബു ഒരു സ്ത്രീ വിരുദ്ധനല്ല എന്ന് അവർക്ക് ആരെക്കാളും നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ വലിയ സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം മുഖപ്രസംഗം എഴുതി. ഒരു മുഖപ്രസംഗം എന്നെ തളർത്തുകയില്ല, കാരണം സത്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതാണ്, ഒരു വാക്കും കളവ് പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ. അതെൻ്റെ വലിയ അഭിമാനമാണ്. കാരണം ഇത് മാത്രമല്ല, ഒരു കളവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ദീർഘകാലം പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കളവ് എഴുതിയിട്ട് അതിനിടയിൽ ഒപ്പിട്ട് കൊടുത്താൽ ഒരുപാട് വലിയ സമ്പന്നാവാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോഴും ബസ്സിലും ഓട്ടോറിക്ഷയിലും മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും വന്നത് ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ട്രെയിനിൽ കയറി ഇവിടെ ഇറങ്ങിയപ്പോൾ എന്നെ നമ്മുടെ കോഴിക്കോട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു സുഹൃത്ത് കൂട്ടി വന്നതാണ്. അപ്പോൾ ഷിഹാബ് അയാൾ കാറ് കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ഞാനിവിടെ ബസ് കയറി വരും, ഇടവണ്ണപ്പാറ വരെ ബസ് കയറി വരാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഒരു ബസ് കയറിയിട്ട് എങ്ങനെയാണ് ഇടവണ്ണപ്പാറ വരാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഈ ബസ് കയറി വന്ന് വാഴക്കാടും മാവൂരും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരാവുന്നേ ഉള്ളൂ, ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സത്യം മാത്രമേ പറയേണ്ടതുള്ളൂ എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം സത്യം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുള്ളൂ. സത്യം കൊണ്ട് ആണേ ജയിച്ചിട്ടുള്ളൂ. അതാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആൾ
വളരെ കഷ്ടമായിരുന്നു അങ്ങയുടെ കാര്യം. വളരെ മെലിഞ്ഞൊരു മനുഷ്യൻ, വളരെ സാധാരണക്കാരനും വളരെ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ. പക്ഷേ അയാളായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ദുരന്ത കഥാപാത്രമായിട്ടാണ് വിഭജനത്തിന് ശേഷം മരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അദ്ദേഹമാണ് വലിയ വിജയമായിരുന്നു. കാരണം അദ്ദേഹം സത്യം മാത്രമേ പറയായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആത്മകഥയ്ക്ക് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്നാണ് പേരിട്ടത്. കോൺഗ്രസ്സുകാർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വലിയ കഷ്ടം. അതാണ് ഈ ചെറുപ്പക്കാരനായ MLA കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്നാണ് മഹാത്മാഗാന്ധി തൻ്റെ പുസ്തകത്തിന് പേരിട്ടത് എന്ന്. ഈ പുസ്തകത്തിൻ്റെ എത്രയോ കോപ്പികൾ വീട്ടിൽ വെച്ചിട്ടുള്ള ആളുകൾ ഒരു നിമിഷമെങ്കിലും ജീവിതത്തിൽ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് രാത്രി 11 മണിയാകുമ്പോൾ വേറെ വഴിക്ക് പോകേണ്ടി വരുന്നത്. അതാണ് മനഃശാസ്ത്രത്തെ വെച്ച് നോക്കിയാൽ രാത്രി 11 മണിയൊക്കെ അത്ര ഗുണമുള്ളൊരു സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരെ നിൽക്കാൻ കഴിയണം, തൻ്റെ ഇടത്തോടെ നിൽക്കാൻ കഴിയണം. പകൽ ടെലിവിഷൻ പലരും വൈകുന്നേരം പൊതുയോഗത്ത് പറഞ്ഞ നിലപാടിൽ, രാത്രി ടെലിവിഷനിൽ പറഞ്ഞ നിലപാടിലൊക്കെ രാത്രി 12 മണിക്ക് ശേഷം നിൽക്കണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചാൽ മതി. ഉറപ്പിച്ച് പറയുന്നതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സത്യത്തിൽ നിൽക്കണം എന്നാണ് എനിക്ക് മലപ്പുറത്തുകാരോട് പറയാനുള്ളത്. കാരണം മലപ്പുറം സത്യം കൊണ്ടുണ്ടായ ഒരു സ്ഥലമാണ്. മലപ്പുറത്തിന് സത്യത്തിൽ നിൽക്കാനും കഴിയും. മലപ്പുറം അപവാദ പ്രചരണങ്ങളെ ജയിക്കും, എനിക്കൊരു സംശയമില്ല. കാരണം മലപ്പുറത്തെ എനിക്കറിയാം. ഞാൻ കണ്ണൂരുകാരനാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 കൊല്ലമായിട്ട് എനിക്ക് മലപ്പുറത്തെ അറിയാം. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുന്നത്, നാം അഭിമുഖീകരിക്കുന്ന ഈ തീവ്ര വലത് രാഷ്ട്രീയ വിപത്തിനെ എങ്ങനെ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും എന്നാണ് നാം അടിയന്തരമായി ആലോചിക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ബഹുകക്ഷി ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ഭാഗധേയങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പുകളാണ്. അതുകൊണ്ട് നിങ്ങൾ സെമിനാറുകളൊക്കെ നടത്തുന്ന കൊള്ളാം, നിങ്ങൾ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് നീങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ഈ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഇനി ആരംഭിക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി എത്ര ത്യാഗം സഹിക്കണോ അത്രയും സഹിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് മാത്രമേ ഏത് സെമിനാർ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ. കാരണം മനുഷ്യർക്ക് ജീവിക്കേണ്ടതുണ്ട്, സ്നേഹം പുലരേണ്ടതുണ്ട്, സാഹോദര്യവും. അത് ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും ഇന്ന് രാത്രി എന്തെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൾ നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന് അർത്ഥമുണ്ട് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിക്കും.